വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു. 5 മണി മുതൽ ഫുൾ ആൻഡ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ എന്നുള്ളതായിരുന്നു. 5 മണി മുതൽ അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിർത്തി സംഘർഷം അതിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് എക്സിലൂടെയാണ് ഒരു രാത്രി നീണ്ട ചർച്ചയ്ക്ക് ഒടുവിൽ 2 രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് എത്തുന്നു എന്ന് പറയുന്നു. പാക് ഇടപെടൽ ഇന്ത്യ തള്ളുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ ഇന്ത്യയും സ്ഥിരീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന നിലയിൽ 2 ദിവസം അതിഭീകരമായ നിലയിലേക്ക് പോയ യുദ്ധ സാഹചര്യം ഒറ്റ നിമിഷം കൊണ്ടത് അവസാനിക്കുന്ന നിലയിലേക്ക് വരുന്നു. ഇന്ന് 5 മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കുന്നത്. മിനിറ്റുകൾക്ക് മുൻപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഈ വിവരം അറിയിച്ചത്. സമാധാനത്തിന്റെ പാതയിലേക്ക് വരാൻ തീരുമാനിച്ച 2 രാജ്യങ്ങൾക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പോസ്റ്റ്. ഉരുണ്ടുകൂടുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ, അതിർത്തി സംഘർഷം എല്ലാത്തിനും നിന്ന നിൽപ്പിൽ അയവ് വരികയാണ്. സംഘർഷം ലഘൂകരിക്കപ്പെടുകയാണ്. യുദ്ധമില്ല എന്ന് പറയുന്ന പ്രഖ്യാപനം ലോകത്തിന് സമാധാനം നൽകുന്ന ഒന്നാണ്. അത് ശരിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഒരു ചോദ്യം വരുമ്പോൾ, അഭിമാനത്തിന് നേരെ ചോദ്യം വരുമ്പോൾ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് അഭിമാനത്തിന്റെ ഭാഗമാണ്, ഏറ്റവും അനിവാര്യമാണ്. പക്ഷേ 2 രാജ്യങ്ങൾ, അത് ഇന്ത്യയോ പാകിസ്ഥാനോ ലോകത്തെ ഏതു രാജ്യവുമാകട്ടെ, 2 രാജ്യങ്ങൾ ആയുധമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യത്തിന് ഇളവ് വരിക എന്ന് പറയുന്നത് ലോകം പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു കാലം തന്നെയാണ്. അതുകൊണ്ട് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന നിമിഷവും സമയവുമാണ് ഈ തീരുമാനം എന്ന് പറയുന്നത്. ചോരക്കുരുതിയില്ലാതെ, അല്ലെ, ചോരപ്പുഴയില്ലാതെ ഒരു രാഷ്ട്രീയ സംഘർഷത്തിന് അയവ് വരികയാണെങ്കിൽ അതിനേക്കാൾ വലുത് ലോകത്തിന് മറ്റെന്താണ് വേണ്ടത്? ഇന്ത്യ സ്ഥിരീകരിക്കുകയാണ് ഈ ചർച്ചകൾക്ക് ഒടുവിൽ ഒരു സീസ് ഫയർ ഉണ്ടാകുന്നു, വെടിനിർത്തൽ ഉണ്ടാകുന്നു എന്നുള്ളത്. 3ാം കക്ഷിയില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ എക്സിൽ ഒരു രാത്രി മുഴുവൻ നീണ്ട അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള ചർച്ച എന്നാണ് പറയുന്നതെങ്കിലും ഒരു 3ാം രാജ്യത്തിന്റെ ഇടപെടൽ ഇന്ത്യ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ വെടിനിർത്തൽ എന്നതൊരു പ്രഖ്യാപനമായി വരികയാണ്. തേർഡ് പാർട്ടി ഇടപെടൽ കശ്മീരിൽ പറ്റില്ല എന്ന നിലപാട് ഇന്ത്യ ആവർത്തിക്കുക തന്നെയാണ്. ഇന്ന് 5 മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു. സ്വാഭാവികമായിട്ടും വലിയ ആശങ്കയോടെ തന്നെയാണ് ലോകം മുഴുവൻ ഇന്ത്യ പാക് സംഘർഷത്തെ കണ്ടത്. ഇന്ത്യ പക്ഷേ കൃത്യമായി പാകിസ്ഥാന് നൽകിയ ഉത്തരം, അത് പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തിയ ഭീകരവാദ പ്രവർത്തനത്തിലുള്ള മറുപടി, അത് 100ലേറെ ഭീകരവാദികളെ വധിച്ചുകൊണ്ട്, ഒപ്പം കഴിഞ്ഞ 4 ദിവസം കൊണ്ട് പാകിസ്ഥാന് കനത്ത തോതിലുള്ള ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ സൈനിക നടപടി, തിരിച്ചടി, പാകിസ്ഥാന്റെ പ്രകോപനത്തിലുള്ള മറുപടി നമ്മൾ നൽകിയത്. അപ്പോഴും ഓരോ നടപടികൾ വിശദീകരിക്കുമ്പോഴും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നത് ഇന്ത്യ യുദ്ധത്തിനല്ല, പാകിസ്ഥാന്റെ പ്രകോപനത്തിലുള്ള മറുപടി മാത്രമാണ് ഇന്ത്യ നൽകുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ലോകം മുഴുവൻ അങ്ങനെ ഒരു സമാധാനത്തിന് വരുമ്പോൾ നമ്മളെപ്പോഴും സമാധാനത്തിന് മുൻഗണന കൊടുത്തിട്ടുള്ള രാജ്യം, പാരമ്പര്യം എന്ന നിലയ്ക്കാണ് ആ വാക്കുകളെ അതിൻ്റെതായ നിലയിൽ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുന്നു. ശേഷം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഏറ്റവും നിർണായകമായ ഉന്നതതല യോഗം ചേരുന്നു. 6 മണിക്ക് കേന്ദ്ര സർക്കാർ മാധ്യമങ്ങളെ കാണും എന്ന പ്രഖ്യാപനം വരുമ്പോൾ ഒരുപക്ഷെ അതൊരു അനൗൺസ്മെന്റ് ആണോ, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും തീവ്രമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് പോലും ആശങ്കപ്പെട്ടിരുന്നു. പക്ഷെ അതിനിടയിൽ വിക്രം മിശ്രി മാധ്യമങ്ങളേതാ അപ്രതീക്ഷിതമായി കാണുന്നു. വെടിനിർത്തൽ അംഗീകരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. ഇന്ത്യ പാക് സംഘർഷം, പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത അനിശ്ചിതാവസ്ഥകളും ആശങ്കകളും യുദ്ധം എന്ന നിലയ്ക്കു തന്നെ വിവരിക്കാവുന്ന, അങ്ങനെ തന്നെ വിശകലനം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ. By my colleagues from the military. The Director General of Military Operations of Pakistan called the Director General of Military Operations of India at 15:35 hours earlier this afternoon. It was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. Instructions have been given on both sides to give effect to this understanding. The Directors General of Military Operations will talk again on the 12th of May at 1200 hours. Thank you.